Sir, good morning and welcome to the show. Morning Vishnu, morning viewers. സാർ, നമുക്ക് US മാർക്കറ്റിലോട്ട് പോകുമ്പോൾ ഇന്നലെ കാണാൻ സാധിച്ചത് ഒരു ഉണർവോടെ ട്രേഡ് ചെയ്ത ഒരു US മാർക്കറ്റാണ്. ഏതായാലും ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ആ ഒരു താരിഫുമായി ബന്ധപ്പെട്ട് ചില വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ് എന്നൊരു തരത്തിലുള്ള കമൻസുകൾ വന്നതിനെ തുടർന്ന് തന്നെ ഇന്നലെ മാർക്കറ്റിലൊരു നേട്ടമൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. നമുക്ക് US മാർക്കറ്റിലോട്ട് പോകുമ്പോൾ കാണാൻ സാധിച്ചത് ഡൗ ജോൺസിൽ ഇന്നലെ 1% മുകളിൽ ഒരു നേട്ടമുണ്ടായിരുന്നു. S&P 500 1.5% മുകളിലേക്ക് ഒരു നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ നാസ്ഡാക്കിൽ 2.5% ഒരു വലിയ മുന്നേറ്റമാണ് കാണാൻ സാധിച്ചത്. US മാർക്കറ്റിൽ താങ്കളുടെ ഇനി ഒരു ടേക്ക് എന്താണ്? വിഷ്ണു, അമേരിക്കൻ വിപണിയിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സലിനൊരു സെറ്റപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഇന്നലത്തെ വിപണിയിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാസ്ഡാക്ക് ഇൻഡെക്സിലും അതുപോലെ തന്നെ ഡൗ ജോൺസ് ഇൻഡെക്സിലും നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചത്. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ അത്രയും നല്ലൊരു ഗ്യാപ്പ് അപ്പ് കണ്ടെങ്കിലും ആ ഇനീഷ്യൽ ഗെയിൻസ് ഒന്നും മാർക്കറ്റിന് നിലനിർത്താൻ സാധിച്ചിട്ടില്ലായിരുന്നു. സോ അറ്റ് ദ മൊമെന്റ് നമുക്ക് ട്രെൻഡ് ഇപ്പോഴും സൈഡ് വേസ് ആയിട്ടേ വിലയിരുത്താൻ സാധിക്കുന്നുള്ളൂ. അടുത്ത 2 ട്രേഡിംഗ് സെഷൻസിൽ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ഏരിയ 38,400 മുതൽ 38,800 പോയിന്റ് വരെ. ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മുന്നേറ്റം കാണാൻ സാധിക്കും. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിലും സിമിലർ പാറ്റേൺ, ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു, നേട്ടം നിലനിർത്താൻ സാധിച്ചില്ലായിരുന്നു. നമ്മൾ നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 18,000 പോയിന്റ്സ്. സാർ, ഇനി കമ്മോഡിറ്റി മാർക്കറ്റിലോട്ട് വരാം. കമ്മോഡിറ്റി മാർക്കറ്റ് നോക്കുമ്പോൾ ഇപ്പോഴൊരു ബ്രെൻഡ് ക്രൂഡിൽ ഒരു 0.3% ഒരു 0.03% ഒരു ഫ്ലാറ്റ് നോട്ട്, ഒരു പോസിറ്റീവ് നോട്ടിലാണ് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. ക്രൂഡ് ഓയിലിൽ ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് നോട്ടിലുമാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ ഒരു കമ്മോഡിറ്റി മാർക്കറ്റിൽ ക്രൂഡിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ക്രൂഡിന്റെ കാഴ്ചപ്പാടിലെ മാറ്റം ഒന്നും തന്നെയില്ല. ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ $66 റെസിസ്റ്റൻസും ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ $71 റെസിസ്റ്റൻസും ബ്രേക്ക് ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് നമുക്ക് ആ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കുമെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. ഗോൾഡിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ന് ഒരു നേട്ടം ഗോൾഡിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. 0.85% ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 3340 എന്നൊരു ലെവലിലാണ് ഗോൾഡിൽ ഇപ്പോൾ ഒരു ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗോൾഡിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സ്വർണത്തിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. സ്വർണത്തിന്റെ കേസിൽ കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാനിടയായി. ആൻഡ് there is a still undertone is bullish. ബട്ട് ഈ ഹൈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് എടുക്കുന്നത് അല്പം റിസ്കി തന്നെ ആയിരിക്കും. നമുക്ക് നിലവിൽ ഓൾറെഡി ഒരു എക്സിസ്റ്റിംഗ് ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് $3,258 അമേരിക്കൻ ഡോളർ. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡിൽ വീണ്ടും വീക്ക്നെസ് വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലോട്ടൊന്ന് വരാം. ഇന്ത്യൻ മാർക്കറ്റ് നോക്കുമ്പോൾ ഇന്നലെ ആ ഒരു 24,000 എന്ന ലെവൽ സസ്റ്റെയിൻ ചെയ്തുകൊണ്ട്, അതായത് 24,328 എന്നൊരു ലെവലിലാണ് നിഫ്റ്റി 50 ക്ലോസ് ചെയ്തത്. 0.67% ഒരു മുന്നേറ്റം നമുക്ക് നിഫ്റ്റി 50യിൽ ഇന്നലെ കാണാൻ സാധിച്ചിരുന്നു. അതായത് ആ ഒരു മാർക്കറ്റ് നോക്കുമ്പോൾ ഒരു 7 ദിവസമായി തുടർച്ചയായി കണ്ടിന്യൂസ് ആയിട്ടൊരു പോസിറ്റീവ് ക്ലോസ് ചെയ്യാൻ നമ്മുടെ നിഫ്റ്റി 50 സൂചിക്ക് സാധിക്കുന്നുണ്ട്. നിഫ്റ്റി 50യിൽ താങ്കൾ ഇനി വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി 50യുടെ കേസിൽ അണ്ടർടോൺ ഈസ് വെരി മച്ച് ബുള്ളിഷ്. ബട്ട് നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു കാര്യം, കഴിഞ്ഞ ഏതാണ്ട് ഒരു 9 ട്രേഡിംഗ് സെഷൻസിൽ കണ്ടിന്യൂസ് ആയിട്ടാണ് നമുക്ക് നേട്ടം കിട്ടിയിരിക്കുന്നത്. നാച്ചുറലി മാർക്കറ്റിന്റെ വെരി ഷോർട്ട് ടേം ചാൻസ് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും ഓവർബോട്ട് സോണിലോട്ട് പോയിട്ടുണ്ട്. ഒരു കറക്ഷന് വേണ്ടി, പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി നേട്ടം കിട്ടിയിരിക്കുന്ന സ്റ്റോക്സിൽ ഒന്നും പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ നോക്കരുത്. നമുക്ക് അത്തരം സ്റ്റോക്സ് ഓൾറെഡി നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടെങ്കിൽ നമ്മളും പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി ഒരുങ്ങണം, എസ്പെഷ്യലി നമ്മൾ ട്രേഡിംഗ് പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ. കറക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 23,300 പോയിന്റ്. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല നിഫ്റ്റി 50 23,300 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമെന്ന്.
സർ ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് സാർ കഴിഞ്ഞ ദിവസത്തെ സെഷനിലൊക്കെ പറഞ്ഞിരുന്ന ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് എക്സ്പെക്റ്റ് ചെയ്യണമെന്നുള്ളത്. എന്നാലും നമുക്ക് ഇന്നലെ നോക്കുമ്പോൾ ഒരു 0.5% ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിട്ടാണ്, അതായത് ഒരു ഇടിവ് രേഖപ്പെടുത്തുന്ന ഒരു ബാങ്ക് നിഫ്റ്റിയാണ് കാണാൻ സാധിച്ചത്. 55,370 എന്നൊരു ലെവലിലാണ് ഇന്നലത്തെ ഒരു ക്ലോസിംഗ് ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായത്. ബാങ്ക് നിഫ്റ്റിയിൽ താങ്കൾ ഇനി വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? വിഷ്ണു, നമ്മൾ ഇന്നലത്തെ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും നമുക്ക് പുതിയൊരു ഓൾ ടൈം ഹൈ ആയിരുന്നു കാണാൻ സാധിച്ചത് 56,098 പോയിന്റ് ലെവലിൽ. അതിനുശേഷം പ്രോഫിറ്റ് ബുക്കിംഗ് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ നടന്നിരുന്നു. ആൻഡ് പല സ്റ്റോക്സിലും നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ ഇടയായി. സോ കോട്ടക് ബാങ്ക് മുതലായ സ്റ്റോക്സിലൊക്കെ ഇന്നലെ പ്രോഫിറ്റ് ടേക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അറ്റ് ദിസ് പോയിന്റ് ഇൻ ടൈം നമുക്ക് ബാങ്കിങ് സ്റ്റോക്സിൽ ഒന്നും തന്നെ ലോ റിസ്കിൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരവും കാണാൻ സാധിക്കുന്നില്ല. സോ കറക്ഷൻ നടക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക, ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക. മേജർ 2 സപ്പോർട്ട് ഏരിയ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 53,200, അതിന് തൊട്ട് മേളിൽ 53,600 പോയിന്റ്. ഇനി ആദ്യം ഒരു സ്റ്റോക്കിൻ ഫോക്കസ് ഉള്ളത് ഭാരത് പെട്രോളിയം കോർപ്പറേഷനാണ്. നമുക്ക് ആദ്യം ഒരു സ്റ്റോക്കിൻ്റെ ഒരു ന്യൂസ് പറയാം. ഇന്ത്യയിലുടനീളം കംപ്രസ് ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിന് കമ്പനി GPS റിന്യൂവബിളുമായിട്ടൊരു സംയുക്ത സംരംഭ കരാറിൽ ഒപ്പിട്ടു എന്നുള്ളൊരു പോസിറ്റീവ് ന്യൂസ് ഏതായാലും ലഭ്യമായിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇന്നലെ ഒരു 1.85 ഒരു ഇടിവാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. നിലവിൽ 300 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡ് പ്രൈസുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ കുറിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് സെപ്റ്റംബറിൽ ഒരു ഓൾ ടൈം ഹൈ ടച്ച് ചെയ്ത സ്റ്റോക്ക് പിന്നീട് അങ്ങോട്ട് തുടരെ മാസങ്ങളിൽ ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയത്. അതായത് ഫെബ്രുവരിയിലും നമുക്കൊരു ഫെബ്രുവരി വരെ ഒരു ഇടിവ് രേഖപ്പെടുത്തിയ സ്റ്റോക്ക് മാർച്ചിൽ ഒരു 17% നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ മാസം ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വിഷ്ണു, നമുക്ക് ഭാരത് പെട്രോളിയം സ്റ്റഡി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിനോടൊപ്പം സ്റ്റഡി ചെയ്യേണ്ട ഹിന്ദുസ്ഥാൻ പെട്രോളിയം ആൻഡ് IOC. നമ്മൾ ഈ 3 സ്റ്റോക്സും കൂടെ ഒന്നിച്ച് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ 3 സ്റ്റോക്സിലും ട്രെൻഡ് റിവേഴ്സൽ നടന്നു കഴിഞ്ഞു. സോ നമ്മൾ മാർച്ച് ബോട്ടമിൽ നിന്ന് നോക്കുമ്പോഴേക്ക് ഈ 3 സ്റ്റോക്സിലും ഒത്തിരി നേട്ടം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇന്നലെ നമ്മൾ കണ്ടിരിക്കുന്ന ഒരു ചെറിയ ഇടിവ് ഇറ്റ് ഈസ് ആക്ച്വലി ഓൺലി പ്രോഫിറ്റ് ടേക്കിംഗ്. സോ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ 280, 290 ഈ റേഞ്ചിലുള്ള സപ്പോർട്ടാണ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ഈ സ്റ്റോക്കിന് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണുന്നത് 308 രൂപയില്ല. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ലോങ് ടേം ട്രെൻഡ് പോലും ബുള്ളിഷായി മാറും. അതിനുശേഷം 316, 325, 335 ഇത് 3 ആയിരിക്കും മേജർ റെസിസ്റ്റൻസ് ലെവൽസ്. അടുത്തത് അദാനി ഗ്രീനിനെ പറ്റിയാണ് അറിയേണ്ടത്. അദാനി ഗ്രീൻ ഇന്നലെ 1% ഒരു നേട്ടം രേഖപ്പെടുത്തിയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിലവിൽ 952 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു ഓൾ ടൈം ഹൈയിൽ നിന്ന് 60% മുകളിലേക്കുള്ള ഇടിവുള്ള ഒരു ലെവലിലാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ച ഒരു ന്യൂസ് ഉള്ളത് കമ്പനിയുടെ അനുബന്ധ സ്ഥാപനമായ അദാനി ഹൈഡ്രോ എനർജിക്ക് പുതിയൊരു കരാറ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഉത്തർപ്രദേശ് പവർ കോർപ്പറേഷനിൽ നിന്ന് 1250 മെഗാവാട്ട് ഊർജ്ജ സംരക്ഷണ ശേഷി വിതരണം ചെയ്യുന്നതിനുള്ള ഒരു കരാറാണ് ലഭിച്ചിരിക്കുന്നത്. അദാനി ഗ്രീൻ എനർജിയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ അഡാനി ഗ്രീൻ എനർജിയിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ടാണ് കാണുന്നത്. ബട്ട് ഈ സ്റ്റോക്കിൽ നമുക്കൊരു ബ്രേക്ക് ഔട്ടിന് വളരെ ഹൈ പോസിബിലിറ്റി എനിക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ അഡാനി സ്റ്റോക്സിൽ ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കമ്പനിക്ക് ഒത്തിരി കടബാധ്യതകൾ ഉണ്ടെന്നുള്ളൊരു കാര്യം നമ്മൾ മാർക്ക് ചെയ്തത്. 982 രൂപ ഇസ് ദ മേജർ റെസിസ്റ്റൻസ്. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 150 രൂപയുടെ നേട്ടം നമുക്ക് ഷോർട്ട് ടേമിൽ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. അഡാനി ഗ്രീനിനെ കുറിച്ച് ചോദിച്ചതുകൊണ്ട് എനിക്ക് ഇതിനേക്കാൾ വളരെ ഇഷ്ടപ്പെട്ട ഒരു 2 അഡാനി ഗ്രൂപ്പിൽ നിന്നൊരു സ്റ്റോക്ക്. വൺ ഇസ് അഡാനി എന്റർപ്രൈസസ്. സോ അഡാനി എന്റർപ്രൈസസിന്റെ കേസിൽ ഷോർട്ട് ടേം ട്രെൻഡ് ഓൾറെഡി ബുള്ളിഷായി മാറിക്കഴിഞ്ഞു. ആൻഡ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ ഒരു നല്ല സെറ്റപ്പ് ഫോം ആയിട്ടുണ്ട്. അടുത്ത 2 ട്രേഡിംഗ് സെഷൻസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ഏരിയ 2490 രൂപ. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 2550, 2580, 2620. ആൻഡ് അതിനോടൊപ്പം തന്നെ അഡാനി എനർജി സൊല്യൂഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സ്റ്റോക്കിലും നമുക്ക് നല്ല ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. ആ ഒരു സ്റ്റോക്കും കൂടെ നമ്മൾ ശ്രദ്ധയിലോട്ട് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അതിൻ്റെ ചില ലെവൽസും കൂടെ ഞാൻ വെളിപ്പെടുത്താം. സോ അഡാനി എനർജി സൊല്യൂഷൻസിൽ ഓൾറെഡി ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ആൻഡ് ഈ ഒരു സ്റ്റോക്കിൽ ഏറ്റവും നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് അഡാനി ഗ്രൂപ്പിൽ നിന്ന് എനിക്ക് കാണാൻ സാധിക്കുന്നത്.
₹944 ഇസ് ദ മേജർ റെസിസ്റ്റൻസ്. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്കൊരു ബ്രേക്ക് ഔട്ട് ലഭിക്കും ഇന്ന് തന്നെ. അതിനുശേഷം 985, 1005, 1027 ഇത് മൂന്നുമായിരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ. ഇനി അറിയേണ്ടത് ബജാജ് ഫിനാൻസിനെ കുറിച്ചാണ്. നമ്മൾ സ്റ്റോക്കിൻ്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഇന്നലെ ഒരു 0.5% മുകളിൽ ഒരു നേട്ടമാണ് രേഖപ്പെടുത്തിയത്. നിലവിൽ 9,323 എന്നുള്ളൊരു 9,323 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡ് പ്രൈസാണ് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൻ്റെ കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ചൊരു ന്യൂസ് ഉള്ളത് കമ്പനിയുടെ ഒരു ഇൻ്ററിൻ ഡിവിഡൻഡ്, അതുപോലെ ബോണസ് ഷെയർ ഇഷ്യൂ, സാമ്പത്തിക ഫലങ്ങൾ എന്നിവയുടെയൊക്കെ ഒരു കാര്യങ്ങൾ പരിഗണിക്കുന്നതിനായി ബോർഡ് ഈ ഒരു ഏപ്രിൽ 29 ഒരു യോഗം ചേരുമെന്നുള്ളൊരു ന്യൂസ് ലഭ്യമായിട്ടുണ്ട്. നമ്മൾ സ്റ്റോക്കിൻ്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഡിസംബർ തൊട്ട് എല്ലാ മാസങ്ങളിലും ഒരു പോസിറ്റീവായി ക്ലോസ് ചെയ്തുകൊണ്ടാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മാസത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യാനും സ്റ്റോക്കിന് സാധിച്ചിരുന്നു. ബജാജ് ഫിനാൻസിൽ താങ്കളുടെ ഇനിയൊരു ടേക്ക് എന്താണ്? ബജാജ് ഫിനാൻസിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും വളരെ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ആൻഡ് ഇത്രയും വലിയൊരു നേട്ടത്തിന് തുടർന്ന് നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു പുതിയ ബൈങ് ഓപ്പർച്യൂണിറ്റി എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ബിക്കോസ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ഇനിയൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് മാക്സ് ഇന്ത്യ ആണ്. കമ്പനിയെ പറ്റി ഒരു ന്യൂസ് ഷെയർ ചെയ്യാനുള്ളത് 125 കോടി രൂപയുടെ അവകാശ ഓഹരി ഇഷ്യൂവിന് ഒരു ഓഹരിക്ക് 150 രൂപ എന്ന നിരക്കിൽ ഇഷ്യൂ വില ബോർഡ് അംഗീകരിച്ചു എന്നുള്ളൊരു ന്യൂസ് ലഭ്യമായിട്ടുണ്ട്. സ്റ്റോക്കിൻ്റെ ഒരു പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ ഇന്നലെ ഒരു 4.9% നേട്ടമാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. സ്റ്റോക്ക് നിലവിൽ ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതായത് ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തത് കഴിഞ്ഞ ജൂലൈയിലായിരുന്നു. ആ ഒരു ലെവലിൽ നിന്നും സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം 33% ഇടിവ് എന്നുള്ളൊരു ലെവലിലാണ്. മാത്രമല്ല ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ഓൾ ടൈം ഹൈക്ക് ശേഷം ഒരു ഇടിവ് രേഖപ്പെടുത്തി വന്ന സ്റ്റോക്ക് ഈ ഒരു മാസം ഇപ്പോൾ ഓൾമോസ്റ്റ് 21% ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ട്രേഡിംഗ് തുടരുന്നത്. മാക്സ് ഇന്ത്യയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? മാക്സ് ഇന്ത്യയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് ഇന്നലത്തെ ആ ഒരു ശക്തമായ ഒരു ക്ലോസിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ ഒരു പോസിബിലിറ്റി ഉണ്ട്. ബട്ട് ഈ സ്റ്റോക്കിൽ രണ്ട് പ്രോബ്ലം ഞാൻ കാണുന്നത്, ആദ്യം തന്നെ ദിസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്, രണ്ടാമത്തത് ഈ സ്റ്റോക്കിലെ കാര്യമായിട്ടൊരു ട്രേഡിംഗ് ലിക്വിഡിറ്റി കാണാൻ സാധിക്കുന്നില്ല. സോ ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇതിന്റെ ഫൈനാൻഷ്യൽ സ്റ്റഡി ചെയ്യുക. അതിൽ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം ഇത്തരം സ്റ്റോക്സിൽ ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കുക. ഇതിന്റെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 265 രൂപയുടെ റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യണം. ഇനിയൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ടാറ്റ കൺസ്യൂമറാണ്. കമ്പനിയെ സംബന്ധിച്ച് ഇന്നലെ നമ്മൾ ഒരു സംയോജിത അറ്റാദായം ഇന്നലെ ഒരു 4ാം പാദത്തിൽ ഏകദേശം 59% ഒരു വർധനവ്, അതായത് 345 കോടി രൂപയായി രേഖപ്പെടുത്തിയിരുന്നു. നമുക്ക് ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ ഇന്നലെ ഒരു 1% നേട്ടമാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. സ്റ്റോക്കിൻ്റെ നിലവിലെ ഈ ഒരു മാസത്തെ ഒരു നേട്ടം നോക്കുമ്പോൾ ഒരു 14% ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് സ്റ്റോക്ക് നിലവിൽ ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടാറ്റ കൺസ്യൂമറിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ടാറ്റ കൺസ്യൂമറിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് ഈ ഹൈ ലെവൽസിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. നമ്മൾ ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ട 2-3 മേജർ റെസിസ്റ്റൻസ് ലെവൽ, ആദ്യത്തെ 1170, അതിനുശേഷം 1190, 1220, 1240. ഒരു ഡിസ്ക്ലോഷറും കൂടെ നൽകുന്നു. എനിക്ക് ഓൾറെഡി ഒരു എക്സിസ്റ്റിംഗ് ലോങ് പൊസിഷൻ ടാറ്റ കൺസ്യൂമറിൽ നിലവിലുണ്ട്. ഇനിയൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ബയോകോൺ ആണ്. ബയോകോൺ ലിമിറ്റഡിൻ്റെ ഒരു ഓഹരി നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇന്നലെ 0.5% ഒരു നേട്ടം രേഖപ്പെടുത്തിയതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൻ്റെ ഒരു ലാസ്റ്റ് ട്രേഡർ പ്രൈസായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് 335 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസുമാണ് കാണാൻ സാധിക്കുന്നത്. ബയോകോണിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ബയോകോണിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് അൺഫോർച്ചുനേറ്റ്ലി രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഫോർ വാട്ട് എവർ റീസൺ ഈ സ്റ്റോക്കിന്റെ കമ്പനിയുടെ മാനേജ്മെന്റ് ഒക്കെ വളരെ നല്ലതാണെങ്കിൽ പോലും മാർക്കറ്റിൽ ഈ സ്റ്റോക്കിന് ഒരു ഇൻവെസ്റ്റേഴ്സിന്റെ ഒരു ഫേവർ ഇതുവരെയും കാര്യമായിട്ട് ലഭിച്ചിട്ടില്ല. ബട്ട് എങ്കിലും നമുക്ക് ഈ ഒരു സ്റ്റോക്ക് നമ്മുടെ റഡാറിലോട്ട് കൊണ്ട് ഓൾവേസ് വെച്ചിരിക്കാം. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 360 രൂപ. 360ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറും.
ഇനി ഒരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ഫിൻപൈപ്പ് ആണ്. നമ്മൾ ഇന്നലെ നോക്കുമ്പോൾ 1.5% ഒരു ഇടിവാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 175 എന്നുള്ളതാണ് ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിനെ പറ്റി നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞത് ഒരു ജൂണിലായിരുന്നു ഇതിൻ്റെ ഒരു ഓൾ ടൈം ഹൈ ഈ ഒരു സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്തത്. അവിടെ നിന്ന് ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് സ്റ്റോക്ക് നിലവിൽ ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 50%ൻ്റെയൊക്കെ അടുത്ത് ഇടിവ് രേഖപ്പെടുത്തുന്ന ഒരു ലെവലിലാണ് കറൻറ്റ് പ്രൈസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫിൻപൈപ്പിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ ഫിൻപൈപ്പ് വീണ്ടും ഇറ്റ് ഈസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ഈ സ്റ്റോക്കിൽ കഴിഞ്ഞ മെയ് മാസത്തിന് ശേഷം വലിയൊരു സെല്ലിങ്ങാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിലവിൽ ഈ ഒരു സ്റ്റോക്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി തുടരുന്നു. ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്കിന്റെ ഒരു ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. ഇതിലൊരു ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 202 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇനിയൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് സിയൻ്റ് ആണ്. സിയൻ്റ് ലിമിറ്റഡ് നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇന്നലെ 3.5% ഒരു നേട്ടം ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. സ്റ്റോക്ക് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സ്റ്റോക്ക് പോലെ തന്നെ ഒരു ഓൾ ടൈം ഹൈയിൽ നിന്ന് വളരെ താഴ്ന്ന ഒരു ലെവലിൽ, അതായത് ഏകദേശം ഒരു 50%ൻ്റെയൊക്കെ അടുത്ത ഒരു ലെവലിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ സയൻറ്റിന്റെ കേസിലും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നമുക്ക് ബെയറിഷായി തന്നെ തുടരുന്നു. ഈ ഒരു കേസിലും നമുക്ക് ഇതിന്റെ ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. 1370 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രം ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. സർ, ഇനിയൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ഓട്ടോ സെക്ടറിൽ നിന്നുള്ള അശോക് ലൈലാൻഡ് ആണ്. സ്റ്റോക്ക് ഇന്നലെ ഒരു 3.5% ഒരു നേട്ടം രേഖപ്പെടുത്തിയാണ് ട്രേഡിംഗ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 230 എന്നുള്ള ഒരു ലാസ്റ്റ് ട്രേഡ് പ്രൈസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഈ ഒരു സ്റ്റോക്ക് ഒരു ഓൾ ടൈം ഹൈയിൽ നിന്ന് ഇടിവ് രേഖപ്പെടുത്തിയ ശേഷം ഒരു കൺസോൾട്ടേഷൻ എന്നൊരു രീതിയിലായിരുന്നു ട്രേഡ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു മാസം ഇപ്പോൾ ഒരു 12% ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് സ്റ്റോക്ക് ഇപ്പോൾ നിലവിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അശോക് ലേലന്റെ കേസിൽ ലോങ് ഷോർട്ട് ടേം ട്രെൻഡ് ഒത്തിരി മാസങ്ങളായിട്ട് ഒരു കൺസോൾട്ടേഷൻ ഫേസിലായിരുന്നു. ഈ സ്റ്റോക്കിന് വളരെ മികച്ചൊരു സപ്പോർട്ട് ബേസ് 190 രൂപയിൽ ഫോം ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് എളുപ്പത്തിന് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ഇന്നലത്തെ ആ ഒരു ശക്തമായ ക്ലോസിനെ തുടർന്ന് നമുക്ക് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ഒരേ സമയത്ത് ബുള്ളിഷായി മാറുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. നമുക്ക് ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തീർച്ചയായിട്ടും ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ഇത് ഫേസ് ചെയ്യാൻ പോകുന്ന അടുത്ത മേജർ റെസിസ്റ്റൻസ് 240. 240ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കും. എൻ്റെ ഇടയ്ക്ക് അശോക് ലേലനെ കുറിച്ച് ചോദിച്ചതുകൊണ്ട് എൻ്റെ ഒരു ശ്രദ്ധ മറ്റൊരു ഓട്ടോ സ്റ്റോക്കിലോട്ടും കൂടെ വന്നിരിക്കുന്നത് ഇറ്റ് ഇസ് ബജാജ് ഓട്ടോ. ഡിസ്ക്ലോഷർ എനിക്ക് ഓൾറെഡി നിലവിൽ ഒരു ലോങ് പൊസിഷൻ ഉണ്ട്. ആൻഡ് ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് കാണുന്നത് 8400 രൂപയല്ല. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. അതിന് ശേഷമുള്ള മേജർ റെസിസ്റ്റൻസ് 9200, അതിന് ശേഷം 9650. ഇനിയൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ഉഷ മാർട്ടിൻ ലിമിറ്റഡ് ആണ്. നമ്മൾ ഈ ഒരു സ്റ്റോക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് 1%, അല്ല ക്ഷമിക്കണം, 2% അടുത്ത ഒരു ഇടിവാണ് ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ രേഖപ്പെടുത്തിയത്. 305 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡ് പ്രൈസുമാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്ക് നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അതായത് ഒരു 2022 ശേഷം വലിയൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് സ്റ്റോക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ഒരു കുറച്ച് മാസം, അതായത് ഓഗസ്റ്റ് 2023 ശേഷം പിന്നീട് അങ്ങോട്ട് ഒരു കുറച്ച് മാസങ്ങളായി തന്നെ ഒരു കൺസോൾട്ടേഷൻ എന്ന രീതിയിലാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഉഷ മാർട്ടിൻ ഇസ് അഗെയിൻ എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് കാര്യമായിട്ട് ഒരു ലിക്വിഡിറ്റി ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. ഈ ഒരു സ്റ്റോക്കിന്റെ കേസിൽ നമുക്ക് ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിൽ നമുക്ക് ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 360 രൂപയായിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. ഇനിയൊരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് സുന്ദരം ക്ലേട്ടൺ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്കാണ്. സ്റ്റോക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഡിസംബർ 2023 ആ ഒരു സമയത്താണ് ഈ ഒരു സ്റ്റോക്കിൽ ഒരു ലിസ്റ്റിംഗ് ഉണ്ടായത്. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് ഈ ഒരു സ്റ്റോക്ക് വലിയ മുന്നേറ്റമൊക്കെ രേഖപ്പെടുത്തിയിരുന്നു. അതായത് ജാനുവരി 2025 ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് അങ്ങോട്ട് ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ട്രേഡിംഗ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞൊരു മാസം നോക്കുമ്പോൾ ഒരു നേട്ടം രേഖപ്പെടുത്തി ക്ലോസിംഗ് എടുത്തതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സുന്ദരം ക്ലേറ്റന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തന്നെ തുടരുന്നു. ഈ കമ്പനിയുടെ സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണണമെങ്കിൽ 2350 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം.
സോ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറുന്നത് കാണാൻ സാധിക്കത്തുള്ളൂ. ഇനിയൊരു സ്റ്റോക്ക് നമുക്ക് ഫോക്കസിലുള്ളത് IOB ആണ്. IOBയുടെ ഒരു ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൻ്റെ ഒരു ട്രേഡിംഗ് നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇന്നലെ ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡിംഗ് നടന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൻ്റെ ഒരു പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു അതായത് ഒരു ജാനുവരിക്ക് ശേഷം ജൂണിന് ശേഷം പിന്നീട് അങ്ങോട്ട് തുടരെയുള്ള മാസങ്ങളിൽ ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് സ്റ്റോക്ക് നിലവിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? IOBയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. അറ്റ് ദ മൊമെന്റ് ഇതിലും നമുക്ക് ഇതിന്റെ ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. നമ്മൾ IOB സ്റ്റഡി ചെയ്യുന്ന സമയത്ത് ഇതിനോടൊപ്പം മറ്റ് ചില സ്മോൾ ക്യാപ്പ് PSU ബാങ്ക്സും കൂടെ സ്റ്റഡി ചെയ്യാനിരിക്കുന്നു. അതിൽ ആദ്യം തന്നെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, രണ്ടാമത്തത് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, മൂന്നാമത്തത് ഇറ്റ് ഈസ് യൂക്കോ ബാങ്ക് ആൻഡ് അഞ്ചാമത്തത് മഹാരാഷ്ട്ര ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര. ആദ്യം പറഞ്ഞ 4 സ്റ്റോക്സിലും ഏകദേശം ഒരു മാസം മുൻപ് അവരൊരു QIP നടത്തിയിരുന്നു. QIP എന്ന് പറയുന്ന ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ്. ആൻഡ് അതിൽ LIC ഒരു വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി എന്നൊരു വാർത്ത വന്നതിനെ തുടർന്നായിരുന്നു വലിയൊരു സെല്ലിംഗ് പ്രഷർ ഈ 4 സ്റ്റോക്സിലും നമുക്ക് കാണാൻ ഇടയായത്. സോ അതിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിഫ്റ്റി 50ലും നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലും ഇത്രയും വലിയൊരു റിക്കവറി കണ്ടിട്ട് പോലും ഈ 4-5 സ്റ്റോക്സിൽ പോലും നമുക്ക് പുതിയ ബൈയിങ് ഇൻട്രസ്റ്റ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. സോ ലെറ്റ് us വെയിറ്റ് ആൻഡ് വാച്ച്. സ്റ്റോക്കിൽ ഒരു ബോട്ടം ക്രിയേറ്റ് ആയെന്ന് നമുക്ക് കൺഫർമേഷൻ ലഭിക്കട്ടെ, അതിനുശേഷം മാത്രം പുതിയ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. സാർ, ഇപ്പോൾ മെൻഷൻ ചെയ്ത ബാങ്കുകൾ കൂടാതെ ഒരു ബാങ്ക് കൂടി ചോദിക്കണം. അത് കാനറ ബാങ്കിൻ്റെ ഒരു ചോദ്യമാണുള്ളത്. ഇന്നലെ 1% മുകളിൽ ഒരു ഇടിവ് രേഖപ്പെടുത്തിയാണ് ട്രേഡിംഗ് നടക്കുന്നതായിട്ട് കാണാൻ സാധിച്ചത്. നമ്മൾ കഴിഞ്ഞ ഒരു ജൂൺ നോക്കുമ്പോൾ ഈ ഒരു സ്റ്റോക്ക് പണ്ടത്തെ ഒരു ഓൾ ടൈം ഹൈയുടെ അടുത്ത് ഒരു ലെവൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ജൂണിൽ ഒരു ട്രേഡിംഗ് നടത്തിയത്. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് തുടരെ ഒരു ഇടിവായിരുന്നു നമുക്കൊരു ഫെബ്രുവരി മാസം വരെ നമുക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം ഇപ്പോൾ നമ്മൾ മാർച്ചിൽ നോക്കുമ്പോൾ ഒരു 10% നേട്ടം രേഖപ്പെടുത്തിയാണ് സ്റ്റോക്ക് ഒരു കറക്ഷൻ എടുത്തിരിക്കുന്നത്. ഈ മാസം നോക്കുമ്പോഴും ഒരു 11% ഒരു മുന്നേറ്റം ഇപ്പോൾ കാനറ ബാങ്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കാനറ ബാങ്കിൽ തുടർന്ന് അങ്ങോട്ടുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ കാനറ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക് അത് മുതലായ PSU ബാങ്ക്സിലൊക്കെ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കാനറ ബാങ്കിന്റെ സ്പെസിഫിക് കേസിൽ 103 രൂപയിൽ വളരെ മേജർ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. സോ മെഞ്ഞാന്നത്തെ ട്രേഡിലായിരുന്നു ആ ഒരു ലെവൽ എത്തിയതിനു ശേഷം നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് ആരംഭിക്കുന്നത് കാണാൻ സാധിക്കുന്നത്. സോ ഈ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. ഈ സ്റ്റോക്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ ആദ്യത്തെ തന്നെ 101.5 മുതൽ 103 രൂപ വരെ, അതിനുശേഷം 106, 108, 110, 113. ഇനി ഒരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ആനന്ദ് റയോൺസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്കാണ്, ARL. ഈ ഒരു സ്റ്റോക്കിനെ പറ്റി നോക്കുമ്പോൾ ഇന്നലെ ഒരു 4.65% ഒരു നേട്ടം രേഖപ്പെടുത്തിയ ഒരു ട്രേഡിംഗ് ആണ് കാണാൻ സാധിച്ചത്. ഈ ഒരു സ്റ്റോക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത് വലിയൊരു നേട്ടം പണ്ട് രേഖപ്പെടുത്തിയിരുന്ന ഒരു സ്റ്റോക്കാണ്. അതായത് 2021 തങ്ങളുടെ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റിന് ശേഷം പിന്നീട് 2022 വലിയ തോതിൽ ഒരു ഇടിവ് രേഖപ്പെടുത്തിയാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടത്തിയത്. എന്നാൽ ആ ഒരു ലെവലിന് ശേഷം പിന്നീട് തുടരെ അങ്ങോട്ട് ഒരു കൺസോൾട്ടേഷൻ ആയിരുന്ന ഒരു സ്റ്റോക്ക് നവംബർ 2024 തൊട്ട് ഒരു നേട്ടം രേഖപ്പെടുത്തിയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു മന്ത്ലി നോക്കുമ്പോൾ കഴിഞ്ഞ മാസവും ഏകദേശം 22% ഒരു നേട്ടം ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വിഷ്ണു, ഈ ഒരു സ്റ്റോക്കിൽ ആദ്യം തന്നെ ഞാൻ കാണുന്ന പ്രോബ്ലം, ഇത് BSEയിൽ മാത്രമേ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. ദിസ് ഇസ് നോട്ട് എ ട്രേഡഡ് ഓൺ ദ NSE. രണ്ടാമത്തത്, നവംബർ മാസവും അതുപോലെ തന്നെ ജനുവരി മാസത്തിന് ഇടയ്ക്ക് ഏകദേശം ഒരു 2 മാസത്തോളം ആ ഒരു ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ഓൾമോസ്റ്റ് എല്ലാ ദിവസവും നമുക്ക് ഈ സ്റ്റോക്ക് അപ്പർ സർക്യൂട്ട് ബ്രേക്കിൽ ക്ലോസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കാര്യമായിട്ട് ലിക്വിഡിറ്റിയും ഇല്ലായിരുന്നു. അതിനുശേഷം ഒരു നേരിയൊരു കൺസോൾട്ടേഷന് ശേഷം കഴിഞ്ഞ 4-5 ട്രേഡിംഗ് സെഷൻസിൽ വീണ്ടും ഇതിൽ ഒരു മുന്നേറ്റമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ എക്സ്പീരിയൻസിൽ ഇത്തരം ഒരു പാറ്റേൺ കാണുന്നത് ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റീവ് ഓഫ് ഷെയർ പ്രൈസ് മാനിപ്പുലേഷൻ. സോ ഇത്തരം സ്റ്റോക്സിൽ ഞാൻ ഒരിക്കലും ഒരു ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യത്തില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ഉടനടി അത് ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനിയൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് വിശാൽ മെഗാമാർട്ടാണ്. വിശാൽ മെഗാമാർട്ടിൻ്റെ ഒരു ട്രേഡിംഗ് നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇന്നലെ ഒരു 1.9% ഒരു ഇടിവ് രേഖപ്പെടുത്തിയാണ് ട്രേഡിംഗ് നടത്തിയതെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്തിട്ട് അധികം നാളുകളായിട്ടില്ല. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഇനിയൊരു ടേക്ക് എന്താണ്?
സോ വിശാൽ മെഗാമാർട്ട് ലിസ്റ്റിങ്ങിന് ശേഷം ഒരു സൈഡ് വേസ് കൺസോൾട്ടേഷൻ പാറ്റേൺ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. സോ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. 100 രൂപയായിരിക്കാം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട്. ഈ സ്റ്റോക്കിൽ ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണുമെങ്കിൽ 116 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. താങ്ക് യു സാർ, ഇത്രയും അപ്ഡേറ്റ്സ് മാർക്കറ്റ് പ്ലസിൻ്റെ പ്രേക്ഷകർക്കായി താങ്ക് യു പങ്കുവയ്ക്കുന്നു. ഏതായാലും മാർക്കറ്റ് പ്ലസിൻ്റെ ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. സ്റ്റേ ട്യൂൺഡ്. നന്ദി, നമസ്കാരം.